നബിദിനം വരുമ്പോൾ 10 ചെമ്പിൽ ബിരിയാണി വെക്കണം, ഇതേപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള പന്തൽ കെട്ടണം, പിന്നെ പിള്ളേരെ പാട്ടും പരിപാടിയിലുണ്ടാകണം, വൈകുന്നേരം ജഗ്ഗും ഗ്ലാസും സമ്മാനം കൊടുക്കണം. ഈ വർഷത്തെ ഹുബ്ബുർ റസൂലായി അൽ ഫാത്തിഹ. ഇനി അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് മുഹബ്ബത്തിന് കാണാം. അതിന് ആ കപടതക്ക് സലഫിനെ കിട്ടൂല. ആ കാപട്യത്തിന്റെ സലഫികൾ നമ്മുടെ നബി ആരാണ്? മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു. നബിയുടെ ഉപ്പ അബ്ദുള്ള, ഉമ്മ ആമിന നബിയാണ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. വൈകുന്നേരമായി പോയിട്ട് ഉറങ്ങി, മഗ്രിബുല്ല, ഇശാഉല്ല, സുബ്ഹുല്ല. ഇതിന് മുജാദി വരൂല, സലഫിനെ കിട്ടൂല. അത് മുഹബ്ബത്തിന്റെ ഭാഗമല്ല, അതുകൊണ്ട് നമ്മളെ കിട്ടൂല. അതിന് റസൂലുള്ളാഹി തങ്ങളോടുള്ള മുഹബ്ബത്തിന്റെ ഭാഗം അൽ ഇത്തിബാ. എന്റെ നബി അങ്ങനെയാവലാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ പോലെ, അല്ലാഹുവിന്റെ റസൂല് കാണിച്ച പോലെ, റസൂലുള്ളാഹി തങ്ങളുടെ ഇഷ്ടപ്രകാരം പോലെ ഞാൻ എന്റെ ജീവിതം മുഴുവൻ, ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ കുടുംബവും അടുക്കളയും മുഹമ്മദുർ റസൂലുള്ളാഹിയെ പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഹബ്ബ. അതിന്റെ പേരാ ഇത്തിബാ, അല്ലാണ്ട് പാട്ടുപാടലല്ല. ശരി, വഹാബ് സഖാഫി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാ. മുഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ നബിദിനം വരുമ്പോൾ 10 ചെമ്പിൽ ബിരിയാണി വെക്കണം, ഇതേപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള പന്തൽ കെട്ടണം, പിന്നെ പിള്ളേരെ പാട്ടും പരിപാടിയിലുണ്ടാകണം, വൈകുന്നേരം ജഗ്ഗും ഗ്ലാസും സമ്മാനം കൊടുക്കണം. ഈ വർഷത്തെ ഹുബ്ബുർ റസൂലായി അൽ ഫാത്തിഹ. ഇനി അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് മുഹബ്ബത്തിന് കാണാം. അതിന് ആ കപടതക്ക് സലഫിനെ കിട്ടൂല. ആ കാപട്യത്തിന് സലഫികൾ ഉണ്ടാവൂല. അത് നമ്മുടെ മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. സലഫ് സാലിഹ് പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചില്ല, താബിഈകൾ പഠിപ്പിച്ചില്ല, തബഉ താബിഈകൾ പഠിപ്പിച്ചില്ല. ഒരു മുഫസ്സിറും ഒരു മുഹദ്ദിസും ഒരു മുജദ്ദിദും നമുക്ക് ഈ മാതൃക കാണിച്ചിട്ടില്ല. അവരെ കാണിച്ചത് ജീവിതത്തിൽ സുന്നത്തിനെ മുറുകെ പിടിച്ച ഇത്തിബാഉം മുഹബ്ബത്തുമാണ്. അത് നിങ്ങൾ ഈ ഇരിക്കുന്ന സലഫികളുടെ ജീവിതം നോക്കിയാൽ മനസ്സിലാവും. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. അല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ അത് പറ്റും, പക്ഷേ കേൾക്കുന്നോൻ കമസലിൽ ഹിമാർ എന്ന് അല്ലാഹു പറഞ്ഞ പോലെ ആവരുത്. അതൊരു അപേക്ഷയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങളാട്ടിൽ എന്താ പറയാ? കഴുതക്ക് അതന്നെ. അതെങ്കിലും ഒരുപോലെ ആയല്ലോ. കഴുതയെ പോലെയാവരുത്, പോത്തിനെ പോലെയാവരുത്, എരുമകളെ പോലെയാവരുത്. മനുഷ്യരായിട്ട് കേൾക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അല്ലാഹു